ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൻ്റെ ഫൈനൽ റൗണ്ട് കഴിഞ്ഞിരുന്നു അല്ലേ? അതിൻ്റെ ഉത്തരസൂചികയും എല്ലാവരും കണ്ടു കാണും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആരൊക്കെ എത്രയൊക്കെ ചോദ്യത്തിന് മാർക്ക് നേടിയിട്ടുണ്ടാവുമെന്ന്. ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഫുൾ മാർക്കുണ്ട്, എനിക്ക് ഫുൾ മാർക്കുണ്ടെന്ന്. ഓക്കെ, എന്നാൽ നമുക്ക് യഥാർത്ഥ റിസൾട്ട് എന്താണെന്ന് നോക്കിയാലോ. അതോടൊപ്പം തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം നൽകിയ വിജയികൾ ആരാണെന്നും അതിൽ നിന്നുള്ള വിജയി ആരാണ്, സമ്മാനാർഹമായ വിജയി ആരാണെന്നും കണ്ടെത്താം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ് ചെയ്യുക. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായി ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നതെന്ന് അറിയാം. ഏകദേശം 800-ൽ പരം ആളുകളാണ് ഈ ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിരുന്നത്. അതിൽ നിന്നും വിജയി കണ്ടെത്താനുള്ള മത്സരത്തിൽ ഏകദേശം 1500-ൽ പരം ആളുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ മുൻപ് അറ്റൻഡ് ചെയ്ത് ഫുൾ മാർക്ക് നേടിയവരെ മാത്രമാണ് ഇന്നത്തെ വിജയമായിട്ട് നമ്മൾ കണക്കാക്കുക. അതായത് കഴിഞ്ഞ മത്സരത്തിൽ എല്ലാ ചോദ്യത്തിനും ശരിയുത്തരം നൽകി ലിസ്റ്റിൽ വന്നവരുടെ പേരിട്ടുണ്ടാവും അല്ലേ? ആ പേരിൽ നിന്നുമുള്ളവരെയാണ് കണക്കാക്കുക. അവരിൽ ആരാണോ ഈ മത്സരത്തിൽ മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത്, അതും ഒന്നിൽ കൂടുതൽ ആളുകൾ മുഴുവൻ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ ആരാണ് ആദ്യം സബ്മിറ്റ് ചെയ്യുന്നത് അവരെയാണ് ഇതിൽ വിജയമായിട്ട് കണക്കാക്കുക. ഓക്കെ, എല്ലാവർക്കും 11 മണിക്കാണ് ലിങ്ക് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. എല്ലാവർക്കും ലിങ്ക് മുൻകൂട്ടി അയച്ചു തന്നിരുന്നു. അതിനുശേഷം കൃത്യം 11 മണിക്ക് മാത്രമാണ് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഓപ്പൺ ആക്കിയത്. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള മത്സരമായിരുന്നു. ചിലവർക്ക് ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട്, നെറ്റ്വർക്ക് പ്രശ്നം കൊണ്ട്, അവർക്ക് അവരുടേതായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ആ 11 മണിക്ക് തന്നെ ഈ ക്വിസ് മത്സരത്തിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റാതിരുന്നത്. അവരുടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട്, മൊബൈലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടെല്ലാം വ്യക്തിപരമായിട്ട് അവർ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ അത് അവരുടെ ഇൻഡിവിജ്വലി ഇഷ്യൂ ആണ്. നമ്മൾ ഒരു ക്വിസ് മത്സരം എന്നുള്ള ആ ഒരു പാനലിൽ ഉണ്ടായ പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ നമ്മൾ പരിഗണിക്കുന്നില്ല. ഓക്കെ, എന്നിരുന്നാലും അവർക്കും അഭിനന്ദനങ്ങൾ. വിജയിച്ച എല്ലാവർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നൽകുന്നു. നമുക്ക് ആദ്യം എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം നൽകിയവരുടെ പേര് വിവരങ്ങളെന്ന് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് ഒന്നാം സമ്മാനം നേടിയ മത്സരാർത്ഥി ആരെന്ന് നോക്കാം. ആദ്യം തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ മത്സരത്തിൽ 1-2 മാർക്കിന് കൊണ്ട് അല്ലെങ്കിൽ 1-2 സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ സമ്മാനം നേടിയില്ല എന്ന് വരാം. അത് നിങ്ങളുടെ പരാജയമായിട്ട് കണക്കാക്കരുത്. എത്രയോ ആളുകൾ ഒരു മത്സരത്തിനും പങ്കെടുക്കാൻ പറ്റാതെയും പഠിക്കാൻ പറ്റാതെയും എത്രയോ പേരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലേ? അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയാം. നിങ്ങൾക്ക് ഇനിയും ഉന്നതങ്ങളിലെത്താൻ സാധിക്കും. അതുകൊണ്ട് ആരും പിന്നോട്ട് പോകരുത്, ആരും നിരുത്സാഹപ്പെടരുത്. ഓക്കെ, ഇത് മുകളിലോട്ട് കയറാനുള്ള ഒരു ചവിട്ടിപടി മാത്രമായിട്ട് കരുതുക. ഇനിയും നിങ്ങൾക്ക് ഉന്നതിയിലെത്തും, കൂടെയുണ്ട് എന്നും. ഓക്കെ, ഇനി നമുക്ക് LP തലത്തിൽ മുഴുവൻ മാർക്ക് നേടിയ കുരുന്നുകളുടെ പേര് വിവരങ്ങൾ പരിശോധിക്കാം. കുട്ടികളുടെ പേര്, അതുപോലെ തന്നെ അവർ അറ്റൻഡ് ചെയ്ത സമയം, ഡേറ്റ്, സ്കോറ്, അതുപോലെ ഏത് ലെവലാണെന്നുള്ളത്, അവരുടെ സ്ഥലം എവിടെയാണ് എന്ന കാറ്റഗറിയാണ് എന്ന രീതിയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അവരുടെ ഫോൺ നമ്പർ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം മിസ്യൂസ് ചെയ്യപ്പെടരുത് എന്ന ഉദ്ദേശശുദ്ധിയോട് കൂടിയാണ് ഫോൺ നമ്പർ ഉൾപ്പെടുത്താതിരുന്നത്. ഓക്കെ, നിങ്ങളുടെ പേരുണ്ടോ എന്ന് ആദ്യം വിലയിരുത്തുക. വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് കാണാവുന്നതാണ്. ഇനി നമുക്ക് UP തലത്തിൽ മുഴുവൻ മാർക്ക് നേടിയ കുട്ടികളുടെ പേര് വിവരങ്ങൾ നോക്കാം. ഇതും അതുപോലെ തന്നെയാണ്. ഡേറ്റ്, സമയം, അതുപോലെ സ്കോറ്, അതുപോലെ തന്നെ ഏത് വിഭാഗമാണ്, അവരുടെ പേര്, സ്കൂളിൻ്റെ പേര്, സ്ഥലം എന്നിവയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.
ഇനി HS വിഭാഗത്തിൻ്റെ മത്സരാർത്ഥികളുടെ മുഴുവൻ മാർക്ക് നേടിയ കുട്ടികളുടെ പേര് വിവരങ്ങൾ നോക്കാം. ഇനി നമുക്ക് ജനറൽ വിഭാഗത്തിൽ മുഴുവൻ മാർക്ക് നേടിയ ആളുകളുടെ പേര് വിവരങ്ങൾ നോക്കാം. ഇനി നമുക്ക് സമ്മാനാർഹരായ മത്സരാർത്ഥികളെ നോക്കാം. LP വിഭാഗത്തിൽ സമ്മാനം നേടിയിരിക്കുന്നത് ഹിമ വി ആണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിമ വി, VRCM UP സ്കൂൾ വല്ലങ്ങി, പാലക്കാട് ജില്ലയിലെ വല്ലങ്ങിയിലുള്ള VRCM UP സ്കൂളിലെ 4ാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കിയായ ഹിമ VS ആണ് LP വിഭാഗത്തിൽ സമ്മാനാർഹമായിരിക്കുന്നത്. ഹിമക്കുട്ടിക്ക് അഭിനന്ദനങ്ങൾ. അടുത്തത് UP വിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ രാജ്, 7ാം ക്ലാസ്സിലെ വീണ രാജ്, AUPS മണ്ണൻകോടിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വീണ രാജിനാണ് UP വിഭാഗത്തിൽ സമ്മാനം നേടിയിരിക്കുന്നത്. വീണ രാജിന് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ HS വിഭാഗത്തിൽ 1ാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് അമൃത M, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമൃത M, GGV HSS നെമ്മാറയിലെ അമൃത എമ്മിനാണ് 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അമൃതയ്ക്ക് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ ആശംസകൾ. അടുത്തത് ജനറൽ വിഭാഗത്തിൽ +1 വിദ്യാർത്ഥിയായ അസ്ല എന്ന മിടുക്കനാണ് ജനറൽ വിഭാഗത്തിൽ സമ്മാനം നേടിയിരിക്കുന്നത്. GVHSS മങ്കരപ്പറമ്പിലെ +1 വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് പോകുന്ന വിദ്യാർത്ഥിയാണ്. അസ്ലാക്കും ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ നേരുന്നു. ഇന്നത്തെ ക്വിസ് മത്സരത്തിൻ്റെ വിജയികളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും
വിദ്യാർത്ഥികളാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇന്നത്തെ ക്വിസ് മത്സരത്തിലെ വിജയികളായി എത്തിയിരിക്കുന്നത്. ഇതിൽ സമ്മാനം അർഹരായില്ല എന്ന കാരണം കൊണ്ട് ആരെങ്കിലും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അത് ആവശ്യമില്ല. നിങ്ങളും വിജയികൾ തന്നെയാണ്. ഇതിലെല്ലാവരും 7 മാർക്കിന് മുകളിൽ നേടിയവരാണ് മിക്കവരും. അതുകൊണ്ട് എല്ലാവരും വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അത്രയും ചോദ്യങ്ങൾ, പുതിയ പുതിയ ചോദ്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റിയില്ലേ? അതുതന്നെയല്ലേ നിങ്ങളുടെ വിജയം. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതിയിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ 9 മാർക്ക് നേടിയ കുട്ടികളുടെ ലിസ്റ്റ് വേണമെന്ന്, ലിസ്റ്റ് ഇതിൽ കൂടെ ആഡ് ചെയ്യുമോ എന്നും പറഞ്ഞിരുന്നു പലരും. ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ തന്നെ 10-12 മിനിറ്റോളമായി. അതും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിയ വീഡിയോ ആയി മാറും. ഒരു കാര്യം ചെയ്യാം, അത് അങ്ങനെയുള്ളവരുടെ 9 മാർക്ക് നേടിയവരുടെ ലിസ്റ്റ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മുടെ ക്വിസിൻ്റെ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർക്കത് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നതാണ്. അടുത്ത വീഡിയോയുമായി, അടുത്ത ക്വിസ് മത്സരവുമായി ഉടൻ തന്നെ കാണാം. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് ഹെൽപ്പ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.